സിനിമാ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് 1982 ജെ ശശികുമാർ സംവിധാനം ചെയ്ത നാഗമടത്ത് തമ്പുരാട്ടി എന്ന സിനിമയെ കുറിച്ചിട്ടാണ്. കഥ എൻ ഗോവിന്ദൻകുട്ടി, തിരക്കഥ പാപ്പനംകോട് ലക്ഷ്മണൻ എൻ ഗോവിന്ദൻകുട്ടി, ഇവർ രണ്ടുപേരുമാണ് തിരക്കഥ. നിർമ്മാണം ഇ.കെ. ത്യാഗരാജനാണ്. പ്രേം നസീർ, ജയഭാരതി, ഉണ്ണിമേരി, അടൂർ ബാസി, ശങ്കരാടി, ആലും മൂടൻ, ജഗദീഷ് ശ്രീകുമാർ, C.I. പോൾ എന്നിവരൊക്കെയാണ് പ്രധാനപ്പെട്ട അഭിനേതാക്കൾ. നമുക്ക് സിനിമയുടെ ഒരു ചെറിയൊരു രത്നച്ചുരുക്കത്തിലേക്ക് കാണാം. നാഗമടത്ത് സ്വരൂപത്തില് തമ്പുരാനും തമ്പുരാട്ടിക്കും കുട്ടികളില്ലാതിരുന്ന കാലം. ജ്യോതിഷികൾ എല്ലാവരും കൂടി നോക്കി പറഞ്ഞു തരുന്നത് കാവ് പൂജ ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടികൾ ഇല്ലാതിരുന്നത് എന്നുള്ളത് നിർദ്ദേശങ്ങൾ വരുന്നു. അപ്പൊ പെട്ടെന്ന് തന്നെ ഉത്തരവിട്ടിട്ട് കാവ് പൂജ നടത്തുന്നു. കാവ് പൂജ നടത്തുന്നതിനോടുകൂടി തന്നെ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും തമ്പുരാട്ടി പ്രഗ്നന്റ് ആവുന്നുണ്ട്. കാവ് പൂജയിൽ തുള്ളി വന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിയെ അവിടെ കൊണ്ടുവന്ന് കിടത്തണം എന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് തമ്പുരാന്റെ ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ഒരാള് പറയുന്നുണ്ട് അവിടെ അങ്ങനെ കൊണ്ടുപോയി കടത്തണമെന്ന്. അതേപോലെ തന്നെ C.I. പോളിന്റെ കഥാപാത്രം ഇരവിക്കുട്ടി പറയുന്നുണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ആളുകളൊന്നും ഇല്ലാതെ അവിടെ കൊണ്ടുപോയി നിർത്തുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് പറയുന്നു. അപ്പൊ മറ്റേ വിശ്വസ്തം പറയുന്നുണ്ട് അങ്ങനെയല്ല, അത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെയ്തിട്ടില്ലെങ്കിൽ നാഗങ്ങൾ ഇവിടെ വരും എന്നുള്ളതൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ ചോദിച്ചാൽ അങ്ങനെ ഇരിക്കെ തമ്പുരാട്ടി പ്രസവിക്കുന്നു. തമ്പുരാട്ടി പ്രസവിക്കുമ്പോൾ ഇരവിക്കുട്ടി എന്ന് പറയുന്ന ക്യാരക്ടറിന് അദ്ദേഹത്തിന്റെ മകനെ രാജാവായി വാഴിക്കണമെന്നാണ് ആഗ്രഹം. അത് ഈ തമ്പുരാന്റെ വിശ്വസ്തനായിട്ടുള്ള ആൾക്കും അറിയാം. അന്തപുരത്തിൽ ഇദ്ദേഹം കാവലിൽ നിൽക്കുകയാണ്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തന്നെയാണ് ഇദ്ദേഹം വിചാരിച്ച പോലെ തന്നെ ഇരവിക്കുട്ടി ഒരു പാമ്പിനെ കൂടയിലാക്കി കൊണ്ടുവന്ന് അവിടെ തുറന്നു വിടുക. ഇത് കണ്ടതോടുകൂടി ഇദ്ദേഹവും ഇരവിക്കുട്ടിയും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നു. ആ യുദ്ധത്തിനിടയിൽ തന്നെ വരനാഗം വരുന്നു. അപ്പൊ ഈ തുറന്നുവിട്ട നാഗവും ഈ വരനാഗവും തമ്മിലൊരു യുദ്ധം അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ തുറന്നുവിട്ട നാഗം പോലീസ് സംബന്ധിച്ച് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് ഒരു യുദ്ധം നടക്കുന്നതിനിടയിൽ ഈ വിശ്വസ്തനെ ഇരവിക്കുട്ടിപ്പിള്ള വാളിനിരയാക്കും. അപ്പൊ ഈ വാൾപ്പേറ്റിന്റെ ഒക്കെ ശബ്ദം കേട്ടിട്ട് തമ്പുരാൻ പുറത്തേക്ക് വന്ന് നോക്കുന്ന സമയത്ത് ഇദ്ദേഹം മരിച്ചിട്ടുണ്ട്. അപ്പൊ എന്താ ഉണ്ടായെന്ന് ചോദിക്കുമ്പോൾ ഇരവിക്കുട്ടി ഉണ്ടായിരുന്ന കഥകൾക്ക് നേരെ തിരിച്ചു പറയും. ഇയാളാണ് അങ്ങയുടെ പുത്രിയെ അല്ലെങ്കിൽ എല്ലാവരെയും വധിക്കാനായിട്ട് വന്നിരുന്നത്, അപ്പൊ ഞാൻ കണ്ടതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ തമ്പുരാൻ ഉഗ്രകോപത്താല് ആ വിശ്വസ്തന്റെ കുടുംബത്തിനെ മുഴുവൻ അഗ്നിക്കിരയാക്കാൻ വേണ്ടിയിട്ട് കൽപ്പന പുറപ്പെടുവിക്കണം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിലത്തെ ഒരു പടയാളിക്ക് അറിയാം ഇദ്ദേഹത്തിന്റെ ആത്മാർത്ഥം തന്നെ. അതിലത്തെ ഒരു പടയാളി നേരെ ചെല്ലുന്നു, വിവരം ഇദ്ദേഹത്തിന്റെ കുടുംബത്തെ ധരിപ്പിക്കുമ്പോൾ തന്നെ ഇദ്ദേഹത്തിന്റെ ഭാര്യ അവിടെ മോഹാലസ്യപ്പെട്ട് വീഴുകയാണ്. അപ്പൊ അവിടെ ജയദേവൻ എന്ന് പറഞ്ഞ ഒരു കുട്ടി അവിടെ അദ്ദേഹത്തിന്റെ മകൻ ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ മോനെ എടുത്തിട്ട് ഇയാൾ കടന്നു കളയാം. അങ്ങനെ അവിടുത്തെ ആ കഥ കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ ഇവിടെ ഈ ഇരവിക്കുട്ടി എന്തോ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ഈ വരനാഗം അവിടെ വന്നിട്ട് അദ്ദേഹത്തിനെ കൊത്തുന്നു. ഇയാൾ വീഴുമ്പോൾ തന്നെ വരാൻ വന്നിട്ട് ചോദിക്കുകയാണ് എന്താ ഇപ്പൊ ഉണ്ടായി എന്നുള്ള ചോദിക്കുമ്പോൾ ഇരവിക്കുട്ടി ഉള്ള സത്യങ്ങളൊക്കെ തുറന്നു പറയാണ്. അതിനുശേഷം ഇരവിക്കുട്ടി പറയാണ് എനിക്ക് മാപ്പ് തരണം, എന്റെ മകൻ വീരഭദ്രനെ അങ്ങ് ഉപേക്ഷിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഇദ്ദേഹം മരിക്കുകയാണ്. ഇദ്ദേഹം മരിച്ചിട്ട് തിരിച്ചു നോക്കുന്ന സമയത്ത് കുട്ടിയുടെ തൊട്ടിലിന്റെ നേരെ മുകളിൽ നാഗം വന്ന് നിൽക്കുന്നു. അപ്പോഴത്തേക്കും ഈ തമ്പുരാട്ടി ഒച്ചയെടുക്കുകയാണ്. അപ്പോഴാണ് ഇദ്ദേഹം ഓടിപ്പൊന്നിച്ചെന്ന് പോകുന്നത്. അപ്പൊ ഇത് കണ്ടപ്പോൾ തന്നെ വാള് കൊണ്ടിട്ട് നാഗത്തിന്റെ തല വെട്ടുന്നു. അപ്പൊ ഈ തല വെട്ടുന്ന സമയത്ത് നാഗത്തിന്റെ തല വെട്ടുന്ന സമയത്ത് അതിന്റെ വിഷം കണ്ണിൽപ്പെട്ട് അദ്ദേഹത്തിന്റെ കാഴ്ച മങ്ങണം. അങ്ങനെ കുറച്ചു കാലങ്ങൾക്ക് ശേഷം കുട്ടികളൊക്കെ വലുതാവുന്നു. ജയഭാരതിയാണ് നാഗമടത്ത് തമ്പുരാട്ടിയായിട്ട് വരുന്നത്. അങ്ങനെ കാണിക്കുന്ന മന്ത്രിസഭാ യോഗത്തിനിടയിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ പറയുന്നു ഒരു സിദ്ധൻ വന്നിട്ടുണ്ട്, ആ സിദ്ധൻ വിചാരിച്ചാൽ ചിലപ്പോൾ നാഗം അദ്ദേഹം അങ്ങയുടെ കാഴ്ച കിട്ടുമെന്ന് പറയുന്നു. അപ്പൊ എത്രയും പെട്ടെന്ന് അവരെ കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം പറയാം. വീരഭദ്രൻ പറയുന്നുണ്ട് അതിന്റെയൊക്കെ ആവശ്യമുണ്ടോ, ഇന്നത്തെ കാലഘട്ടത്തിൽ അതൊക്കെ നോക്കുന്നത് ഒരു സിദ്ധനെ കൊണ്ട് സാധിക്കും എന്നൊക്കെ ചോദിക്കും. അദ്ദേഹം പറയുന്നത് നമുക്ക് അതും കൂടി ഒന്ന് പരീക്ഷിച്ച് നോക്കാം എന്ന് പറയുന്നു. അങ്ങനെ നാഗമടത്ത് തമ്പുരാട്ടി അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ വേണ്ടി പുറപ്പെടുകയാണ്. അതേസമയം മറ്റേ പടയാളി ജയദേവൻ എന്ന് പറയുന്ന കൊച്ചിനെ വളർത്തി കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അദ്ദേഹം അത് പ്രേം നസീർ ആണ്. ആ കാര്യത്തിൽ ജയദേവൻ എന്ന് പറയുന്ന കഥാപാത്രം പ്രേം നസീർ ആയിട്ടാണ് അഭിനയിക്കുന്നത്. അപ്പൊ അങ്ങനെ പ്രേം നസീറിന്റെ കയ്യിലേക്ക് അദ്ദേഹം ഒരു കഠാര കൊടുക്കുകയാണ്. തമ്പുരാൻ കൽപ്പിച്ചു കൊടുത്ത കഠാരയാണ് അദ്ദേഹത്തിന്റെ അച്ഛന്. അപ്പോൾ ഇത് കാണിച്ചാൽ മതി അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലാവും എന്ന് പറയുന്നു. അങ്ങനെ പ്രേം നസീർ അവിടെ നിന്നും നാഗമടത്തേക്ക് പുറപ്പെടുന്നു. നാഗമടം തമ്പുരാട്ടി അവിടെ നിന്നും ഈ സിദ്ധനെ വിളിക്കാനായിട്ട് ഈ ഭാഗത്തേക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ സിദ്ധനെ വിളിച്ചുകൊണ്ട് നാഗമടത്ത് തമ്പുരാട്ടി തിരിച്ചു പോകുന്ന വഴി കുറച്ച് ആളുകൾ അവിടെ വന്നിട്ട് ഒരു യുദ്ധം വരുന്നു. ഈ യുദ്ധം നടക്കുന്നത് നേരത്തെ പറഞ്ഞ വീരഭദ്രന്റെ ആൾക്കാർ തന്നെയാണ്. കാരണം ഈ സിദ്ധനെ കൊണ്ടുവന്ന് കാഴ്ച വീണ്ടും കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ തനിക്ക് കിട്ടുന്ന സിംഹാസനം കിട്ടാതെ ആയാലോ എന്നുള്ളൊരു തോന്നൽ കൊണ്ടൊക്കെയാണ് അതൊക്കെ. അങ്ങനെ ആ യുദ്ധത്തിൽ പ്രേം നസീർ അവിടെ എത്തിപ്പെടുന്നു. അപ്പൊ പ്രേം നസീർ അവരെ സഹായിച്ച് കൊണ്ടുപോകുന്നു. അങ്ങനെ നേരെ തമ്പുരാട്ടിയും സിദ്ധനെയും കൂടി അനുഗമിച്ചുകൊണ്ട് കൊട്ടാര വാതിൽക്കൽ വരെ എത്തിയിട്ട് അദ്ദേഹം തിരിച്ചു പോകണം. പിന്നെ ഒരു അവസരത്തിൽ രാത്രി പ്രേം നസീർ ജയഭാരതിയുടെ അന്തപുരത്തിൽ എത്തുന്നു. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ജയഭാരതിക്ക് ഇവനോടൊരു ഇഷ്ടം തോന്നുന്നുണ്ട്, ജയദേവനോടൊരു ഇഷ്ടം തോന്നുന്നുണ്ട് നാഗമടത്ത് തമ്പുരാൻ. അങ്ങനെ അവിടെ ഒരു കഠാര താഴെ പോകലും പിന്നെ അദ്ദേഹം തിരിച്ചു പോക്കൊക്കെ ഉണ്ട്. അപ്പൊ അതിനിടയിൽ നമ്മുടെ വീരഭദ്രൻ വീണ്ടും അന്തപുരത്തിലേക്ക് വരികയാണ്. അപ്പൊ ആ ഒരു
കുറച്ച് വർത്തമാനങ്ങൾ ജയഭാരതി വീരഭദ്രനും തമ്മിൽ നടക്കുന്നുണ്ട്. ആ ഒരു രംഗമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധീരയിലെ ചില സീനുകളൊക്കെ നമുക്ക് ഓർമ്മ വരും, നല്ല രീതിയിൽ ഓർമ്മ വരും. ആ ഒരു സംഭവം കഴിഞ്ഞാൽ പിറ്റേ ദിവസം കാലത്ത് തന്നെ ജയദേവൻ മന്ത്രിസഭയിലേക്ക് വരികയാണ്. മന്ത്രിസഭയിലേക്ക് വരുമ്പോൾ തന്നെ നാഗമണത്ത് തമ്പുരാട്ടി അതിശയിച്ച് നോക്കണം, ഇയാൾ ഇവിടെ എത്തിയെന്ന് വെച്ച് നോക്കും. അപ്പൊ അവിടെ വന്നപ്പോൾ അവര് പറയാണ്, അപ്പൊ ജയദേവൻ പറയാണ്, ഞാൻ പോയിട്ട് നാഗമാണിക്യം കൊണ്ടുവരാം, അങ്ങയുടെ കാഴ്ച വീണ്ടെടുക്കാം, ഞാൻ ഇന്ന ആളാണ് എന്നൊക്കെ പറയുന്നു. അപ്പോ തമ്പുരാനായിട്ട് അടൂർ ബാസിയാണ്. അപ്പൊ തമ്പുരാൻ പറയുന്നു, എന്തായാലും നന്നായി, അങ്ങ് ഒന്നാം പടയുടെ നായകനെ നേതൃത്വ സ്ഥാനം ഏറ്റെടുക്കണമെന്ന് പറയുന്നു. അതിൽ വീരഭദ്രനെ എതിർക്കുന്നു. അപ്പൊ വീരഭദ്രനെ ശകാരിച്ചുകൊണ്ട് തമ്പുരാൻ പറയുന്നുണ്ട്, അതിലൊന്നും നീ ഇടപെടേണ്ട കാര്യമില്ല, നീ എന്താണ് എന്നുള്ളതൊക്കെ ആ സമയത്ത്, ആ പടത്തിൽ ആ സമയത്ത് ആ കാര്യങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. നമുക്കൊരു പെട്ടെന്ന് രത്നചുരുക്കം പറഞ്ഞു പോകാന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ജയദേവൻ പറയാണ്, ഞാൻ നാഗമണിക്കം കൊണ്ടുവന്നതിന് ശേഷം ഞാനത് ഏറ്റെടുത്തോളാം എന്ന് പറയുന്നു. അതിനിടയിൽ ജഗദീഷ് ശ്രീമാറിന്റെ കുറച്ച് റോളുകളൊക്കെ നടന്നിട്ടുണ്ട്. ജഗദീഷ് ശ്രീമാർ മറ്റേ ഈ വീരഭദ്രൻ ആളൊരു അത്ര ഒരു പെശ കുടിച്ചിട്ടുള്ള ഒരാളാണ്. അതായത് തമ്പുരാൻ, അതായത് രാജകൽപ്പന പ്രകാരമുള്ള കരം, കൃഷിക്കുള്ള കരങ്ങൾ മേടിച്ചതിന് ശേഷം വീരഭദ്രൻ വീണ്ടും കരം പിരിക്കാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പൊ അത് കുറച്ച് കാലങ്ങളായിട്ട് നടക്കുന്ന സംഭവമാണ്. അപ്പൊ അതിനെതിരെ ശബ്ദമുയർത്തുന്ന ഒരാളായിട്ടാണ് ജഗദീഷ് ശ്രീമാർ ഇതിൽ. അങ്ങനെ വെച്ചിട്ട് ജഗദീഷ് ശ്രീമാറും പ്രേം നസീറും തമ്മിൽ ഒരു സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അവിടെ വെച്ചിട്ട് ഒരു കർഷകന്റെ അടുത്ത്, കർഷക മുതലാളി അല്ലെങ്കിൽ ഒരു ജന്മിയുടെ അടുത്ത് ഇയാൾ ഇനി നികുതി വേണമെന്ന് പറയുന്ന സമയത്ത് ഇനി അധികം ഒന്നും നികുതി തരാൻ സാധിക്കില്ല എന്ന് പറയും. അദ്ദേഹത്തിനെ ചാട്ടവാർ കൊണ്ടടിക്കുന്നത് ജഗദീഷ് ശ്രീമാറാണ് ഈ വീരഭദ്രന്റെ അടുത്ത് എതിർത്ത് നിന്ന് പോകുന്നു. അപ്പൊ ജഗദീഷ് ശ്രീമാനെ പിടിച്ച് കാരാഗ്രഹത്തിൽ അടയ്ക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും അതേ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രേം നസീറും അതിൽ പോയി ഇടപെടുന്നു. ചെറിയൊരു വാൾപ്പയറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്നു. വീരഭദ്രനെ ഓടിച്ചു കൂടും. ഓക്കെ, ഞാൻ അതിനിടയിലത്തെ ജഗദീഷ് ശ്രീമാറിന്റെ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് ഒരു വൃത്തം പറഞ്ഞാണ്. അപ്പൊ മന്ത്രിസഭയില് ഒരു തോഴിയുടെ അടുത്ത് നാഗമണത്ത് തമ്പുരാട്ടി ഒരു ചെറിയൊരു കുറിപ്പ് കൊടുത്തു വിടുന്നുണ്ട്, പോകുന്നതിന് മുമ്പ് എന്നെ ഒന്ന് വന്ന് കാണണം എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ അന്തപുരത്തിന്റെ അടുത്ത് ഇദ്ദേഹം ജയദേവൻ വരികയും ഇവരോട് സംസാരിച്ചു നിൽക്കുന്നിട്ട് വീരഭദ്രൻ അവിടെ വന്നിട്ട് ജയദേവനെ അറസ്റ്റ് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ അന്തപുരത്തിന്റെ അടുത്ത് വരാൻ ആർക്കും അധികാരമില്ല എന്നുള്ളതാണ് അതിന്റെ വസ്തുത, പുറത്തു നിന്നുള്ള ഒരാൾക്ക്. അങ്ങനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് ജയിലിൽ അടക്കുകയാണ്. അപ്പൊ അവിടെ ജയിലിൽ നമ്മുടെ ജഗദീഷ് ശ്രീമാറുണ്ട്. ഇതറിഞ്ഞ ഉഗ്രകോപം വന്നിട്ടുള്ള തമ്പുരാൻ ഇദ്ദേഹത്തിന്റെ തലവെട്ടണം എന്നുള്ളതും കൂടി പറയുകയാണ്. അവിടുന്ന് കുറച്ച് തന്ത്രങ്ങളൊക്കെ പയറ്റിയിട്ട് ജഗദീഷ് ശ്രീമാറും നമ്മുടെ പ്രേം നസീറും അവിടുന്ന് രക്ഷപ്പെടുന്നു. അങ്ങനെ നാഗമാണിക്യം തേടിയിട്ടുള്ള യാത്രയിൽ ഒരു കാടിനകത്ത് എത്തിപ്പെടുന്നു. അവിടെ ഒരു മനോഹരമായിട്ടുള്ള ഒരു കൽമണ്ഡപവും ഒരു ശിവലിംഗമൊക്കെ കാണുന്നു. അപ്പൊ ഇതൊക്കെ ആരുടെയാണെന്ന് ചോദിക്കുമ്പോൾ ഒരു നഗരമായിരിക്കാം ഇതെന്ന് ജഗദീഷ് ശ്രീമാർ പറയുന്നുണ്ട്. ദേവദത്തൻ എന്നാണ് ജഗതിയുടെ പേര്. അപ്പൊ അങ്ങനെ ഇരിക്കെ പെട്ടെന്നൊരു പാമ്പഴഞ്ഞു വന്ന ഒരു സ്ത്രീരൂപം പ്രാപിക്കും. ആ സ്ത്രീരൂപത്തിന്റെ പേര് ശ്രവണ എന്നാണ്. അപ്പൊ ഈ ശ്രവണ രൂപം ഇങ്ങനെ വരുമ്പോൾ പെട്ടെന്ന് അവിടെ നിന്നുള്ള ഒരു മരം ഒരു നാഗരാക്ഷസനായിട്ട് മാറാണ്. അപ്പൊ നാഗരാക്ഷസന് ശ്രവണേനെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പൊ അതിന്റെ മുകളിലുണ്ടായിരുന്ന ഒരു ശാപം നിമിത്തമൊക്കെയാണ് നാഗരാക്ഷസന് നാഗലോകത്തുനിന്ന് വരേണ്ടി വന്നത്. അപ്പൊ നാഗരാക്ഷസനും ജയദേവനും തമ്മിൽ ഭയങ്കര യുദ്ധം വരുന്നു. അതിൽ ശ്രവണയുടെ സപ്പോർട്ടോടുകൂടി ഈ നാഗരാക്ഷസനെ വധിക്കുകയാണ്. അങ്ങനെ ശ്രവണ പറയണു, വരം നൽകേണ്ടത് അല്ലെങ്കിൽ എന്ത് സഹായമാണ് നൽകേണ്ടതെന്ന് ചോദിക്കുന്നു. ജയദേവൻ കാര്യങ്ങളൊക്കെ പറയുന്നു, എനിക്ക് നാഗമാണിക്യം എടുക്കാനാണ്, നാഗലോകത്ത് പോകാനാണ്, അങ്ങനെ കൊണ്ട്. അപ്പൊ അങ്ങോട്ട് കൊണ്ടുപോകാനൊന്നും എനിക്ക് പറ്റില്ല, നാഗമാണിക്യം എവിടെയുണ്ട് നിങ്ങൾ അവിടെ എത്തിയതിനു ശേഷം അന്വേഷിച്ചാൽ മതി, ഞാനൊരു മോതിരം തരാം, ഇതാരും പറയരുത്, ഈ മോതിരം കാണിച്ചാൽ ഗുഹാമുഖം തുറക്കും എന്ന് പറഞ്ഞിട്ട് ഓക്കെ അങ്ങനെ അത് കൊടുക്കുന്നു. ജയദേവനും ദേവദത്തനും അവിടെ ഗുഹാമുഖത്ത് എത്തുന്നു. മോതിരം കാണിച്ചുകൊണ്ട് ഗുഹാമുഖം തുറക്കുന്നു. അങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ ഒരു സമയത്ത് പെട്ടെന്ന് നാഗരാജ്ഞി, അതായത് നാഗരാജ്ഞി എന്ന് പറയുന്ന ഉണ്ണിമേരിയാണ് വരുന്നത്. ചക്ഷുകി എന്നാണ് ആ പടത്തിലെ കഥാപാത്രത്തിന്റെ പേര്. അപ്പോ ജയദേവനോട് ഒരു പ്രണയം ഒക്കെ തോന്നിയിട്ട് നാഗരാജ്ഞി എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ജയദേവനെ കൊണ്ട് തന്റെ മണിയറയിലേക്ക് പോവുകയാണ്. അപ്പൊ അവിടെ വെച്ചിട്ട് ജയദേവൻ പറയുകയാണ്, എന്റെ കൂട്ടുകാരൻ എവിടെയെന്നൊന്നും എനിക്ക് അറിയില്ല എന്ന് പറയുന്നു. അതെന്തപ്പം നോക്കാന്ന് പറഞ്ഞിട്ട് ഒരു താമര പോലെയുള്ള ഒരു സ്ഥലത്ത് കൈകൊണ്ടാക്കുമ്പോൾ തുറന്നു തരണം. അപ്പൊ അതിൽ പറയണം, അതിൽ ഫുള്ള് സർപ്പവേഷമാണ് നിറച്ചിരിക്കുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ സുഹൃത്തിനെ മനസ്സിൽ വിചാരിച്ച് നോക്കിയാൽ മതി, പെട്ടെന്ന് കാണാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സുഹൃത്തിനെ മനസ്സിൽ വിചാരിച്ച് നോക്കുന്നു. പെട്ടെന്ന് സുഹൃത്ത് എവിടെയാന്ന് കാണുന്നു. അതായത് ശ്രവണയായിട്ട് പുള്ളി നല്ല രണ്ടെണ്ണൊക്കെ കീറി നല്ല അടിപൊളിയായിട്ട് ഇരിക്കുന്ന ഒരു സമയത്ത് ഒക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പൊ എന്താ സന്തോഷമായില്ലേ ചോദിക്കണോ, ആയി എന്ന് പറയണു. അപ്പൊ അങ്ങനെ ഇരിക്കെ രാജ്ഞി ഒന്ന് അങ്ങോട്ട് മാറിയ സമയത്ത് ജയദേവൻ ഒരു ബുദ്ധി തോന്നണം, എന്നാൽ അത് നാഗമാണിക്യം എവിടെയുണ്ട് എന്നുള്ളതിലും കൂടി നമുക്ക് പരീക്ഷിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് നാഗരാജ്ഞിയുടെ കിരീടത്തിൽ തന്നെയാണ് നാഗമാണിക്യം ഇരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കുന്നു. അങ്ങനെ അപ്പൊ ഒരു പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ നാഗരാജ്ഞി മോഹാലസ്യപ്പെട്ട് കിടന്നിറങ്ങുന്ന സമയത്ത് ജയദേവൻ ഈ നാഗമാണിക്യം എടുത്തിട്ട് തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. ഇത് പെട്ടെന്ന് നാഗരാജ്ഞി കൈയോടെ പൊക്കുമ്പോൾ ജയദേവൻ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഉഗ്രകോപിയായിട്ടുള്ള നാഗരാജ്ഞി ജയദേവനെ ശപിക്കുകയാണ്, നീ വിരൂപിയായിട്ട് പോട്ടെ എന്ന് പറയണം. അപ്പൊ കേണപേക്ഷിക്കും, എന്തെങ്കിലും ഇതിൽ ശാപമോക്ഷം തരണം. അപ്പൊ എന്നെ പ്രതീക്ഷിച്ച ഒരു സ്ത്രീ അവിടെ ഇരിക്കുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആ സ്ത്രീ നിന്നെ ഈ വിരൂപത്തിൽ നിന്നെ വിവാഹം കഴിക്കുകയും
അതേപോലെ ആ സ്ത്രീയിൽ നിനക്കൊരു കുട്ടി ഉണ്ടായി, ആ കുട്ടിക്ക് 5 വയസ്സാകുമ്പോൾ ഈ നാഗമാണിക്യം കൊടുത്ത് ഇങ്ങോട്ട് വിടണമെന്നും അങ്ങനെ നിന്റെ ഈ സൗന്ദര്യത്തിന് ഇവിടെ ഒരു ചെപ്പിലാവാഴ്ച ഈ ശിവലിംഗത്തിന്റെ ഫ്രണ്ടിൽ വെക്കുന്നുണ്ടെന്നും അത് തുറന്ന് അതെടുത്തിട്ട് നിന്റെ അടുത്ത് വന്ന് ഇത് തുറക്കുമ്പോഴാണ് നിനക്ക് ശാപമോക്ഷം കിട്ടുക എന്നുള്ളതും പറയാണ്. അഥവാ അത് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വരസർപ്പം വന്നിട്ട് നിങ്ങളെ കൊല്ലും എന്നുള്ളതും കൊല്ലും എന്നുള്ളതും പറയുന്നു. അങ്ങനെ ഇവന് അങ്ങനെ നാഗലോകത്ത് നിന്ന് ഇവൻ പുറത്തേക്ക് പോവാണ്. ജഗതി പുറത്തേക്ക് കിടക്കാൻ ഇറങ്ങുന്ന സമയത്ത് ശ്രവണ ഇവനെ കാരാഗ്രഹത്തിലേക്ക് വെക്കണം. അപ്പൊ അങ്ങനെ പ്രേം നസീർ നാഗമഠ ദേശത്തേക്ക് വരികയാണ്. അവിടെ നാഗമാണിക്യം കാണിച്ചിട്ട് അദ്ദേഹത്തിന് കാഴ്ച ലഭിക്കുന്നു. അപ്പൊ അദ്ദേഹം ചോദിക്കണം എന്താണ് താങ്കൾക്ക് വേണ്ടത് എന്ന് പറയുകയാണ്. വേണ്ടത് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങളുടെ മകളെയാണ് എനിക്ക് വേണ്ടത് പറഞ്ഞു. അപ്പൊ ഇന്ന് അസംഭവ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ഇതായിട്ട് നിങ്ങൾക്ക് വേണമെന്ന് എന്റെ രാജ്യം തന്നെ തരാം, എന്റെ മോളെ ചോദിക്കരുത്, അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയുന്നു. അപ്പോൾ പെട്ടെന്ന് പ്രേം നസീർ ഭയങ്കരമായിട്ട് പറയാണ് അല്ല നിങ്ങൾ പറഞ്ഞതൊക്കെ കള്ളത്തരായിരുന്നു അല്ലെ, അപ്പൊ മനസ്സിലായി സാരമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ആ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നാഗമഠം തമ്പുരാട്ടി പറയണം ഞാൻ ഇത് ശരിയാണ് സമ്മതിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെ പറഞ്ഞതിന് ശേഷം അവള് സ്വയം അകത്തേക്ക് കയറി പോകുന്ന സമയത്ത് ആത്മഹത്യക്ക് വേണ്ടി ശ്രമിക്കണം. അപ്പോഴത്തേക്കും ഈ ജയദേവൻ വിരൂപിയായിട്ടുള്ള ജയദേവൻ അവിടെ വരുന്നു. അപ്പൊ അങ്ങനെ കുറെ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജയദേവന്റെ കയ്യിൽ ഒരു മോതിരം കാണുന്നുണ്ട് നാഗമഠം തമ്പുരാട്ടി. അപ്പൊ ചോദിക്കുകയാണ് ഇത് നീ എന്റെ ജയദേവനെ നീ കൊന്നിട്ട് നീ ഇത് എടുത്തിട്ട് വന്നിരിക്കുകയാണല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ പെട്ടെന്ന് കാര്യം പറയണം ഞാനാണ് ജയദേവൻ തന്നെയാണ്, എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയുണ്ടായി, പക്ഷെ കാര്യം എങ്ങനെയാണെന്നുള്ളതൊന്നും ചോദിക്കരുത്, അതെനിക്ക് പറയാൻ ഇപ്പൊ നിർവാഹമില്ല എന്ന് പറയുന്നു. അപ്പൊ എങ്ങനെയാണ് ഇത് കിട്ടുക എന്നൊക്കെ ഉള്ളതൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അപ്പൊ ശരി എന്ന് പറയണം. അങ്ങനെ വിവാഹം കഴിക്കുന്നു. അതിനിടയിൽ ഒരു കുട്ടി ജനിക്കുന്നു. ആൺകുട്ടിക്ക് 5 വയസ്സാവുകയാണ്. ആൺകുട്ടിക്ക് 5 വയസ്സാവുന്ന അന്ന് തന്നെ രാവിലെ നോക്കുമ്പോൾ കട്ടിലിന്റെ മുകളിൽ നാഗം വന്നിരിക്കുന്നു, വരനാഗം വന്നിരിക്കുന്നു. അന്നത്തെ സന്ധ്യാ സമയത്ത് ജയദേവനെ കൊത്താൻ വേണ്ടിയിട്ടുള്ള വരവ് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഈ 5 വർഷം കഴിയുന്ന സമയത്ത് നമ്മുടെ ദേവദത്തൻ കാരാഗ്രഹത്തിലാണല്ലോ. അപ്പൊ ദേവദത്തൻ അവിടെ നിന്ന് പെട്ടെന്ന് ഒരു ഐഡിയ പ്രയോഗിച്ചിട്ട് ശ്രവണോട് പറയണം ഞാൻ മനസ്സ് മാറി നിന്നെ വിവാഹം കഴിക്കാന്ന് പറയുന്നു. ഓ അങ്ങനെയെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് തുറന്നു കൊടുക്കണം. അപ്പൊ രാഗ്രഹം പറയണം എനിക്ക് എന്നാ ആകാശം കാണണം എന്നൊക്കെ പറയണം. അപ്പൊ അങ്ങനെ അതൊക്കെ നല്ല കോമഡി സീൻ ഉണ്ട്. അങ്ങനെ ആകാശം കാണണം എന്നൊക്കെ പറഞ്ഞിട്ട് പുറത്തേക്ക് വരുന്നു. അതായത് ഭൂമിയിലേക്ക് വരികയാണ്. ഭൂമിയിലേക്ക് വരുമ്പോൾ ഇങ്ങനെ ജഗദീശ് ഓ എന്റെ ദൈവമേ ആകാശമൊക്കെ കണ്ടിട്ട് എത്ര കാലമായി ഇതൊക്കെയാണ് ചോദിക്കുന്നത്. നല്ല രസമായിട്ടുള്ള ഒരു സീനായിരുന്നു. അപ്പൊ ശ്രവണ പറയണം എന്നാ നമുക്ക് തിരിച്ചു വന്ന് പറയുമ്പോൾ ശ്രവണയോട് പറഞ്ഞത് ആ കണ്ടില്ല അതാണ് കുളം, ഒന്ന് ഇറങ്ങി കുളിക്ക് ശ്രവണേ, ഈ നാറ്റൊന്ന് പോട്ടെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ദേവദത്തൻ വളരെ പെട്ടെന്ന് അവിടുന്ന് ഓടി ജയദേവന്റെ അടുത്തേക്ക് വരികയാണ്. ജയദേവന്റെ അടുത്തേക്ക് വന്നപ്പോൾ ഈ കാര്യങ്ങൾ ഫുള്ള് നാഗമഠം തമ്പുരാട്ടിയോട് പറയാണ്. അപ്പൊ പെട്ടെന്ന് ഇങ്ങനെ അയ്യോ എന്നുള്ളതാവുന്നു. കാരണം ഈ കുട്ടി അവിടെ പോയിട്ട് കൊടുക്കേണ്ട കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ പെട്ടെന്ന് പ്രേം നസീർ പറയാണ് എന്റെ മോനെ ഇപ്പൊ ഈ ചെറിയ വയസ്സിലൊന്നും അവിടെ കൊണ്ടുപോകുന്നത് ശരിയല്ല എന്നൊക്കെ അപ്പോഴത്തേക്കും നാഗമഠം തമ്പുരാട്ടി പറയണം ഞാൻ എന്തായാലും മോനെ കൊണ്ട് പോവാണ് എന്നും പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രവണ വീണ്ടും അവിടെ വരുന്നു. ശ്രവണ അവിടെ വന്നിട്ട് മറ്റേ നമ്മുടെ ദേവദത്തിനെ പൊക്കിക്കൊണ്ട് പോവാണ്. അവിടെ ചെല്ലുമ്പോൾ നാഗരാജ്ഞി പെട്ടെന്ന് ഇവനെ കരടിയാക്കിയിട്ട് പറയും ശ്രവണ നിനക്ക് വിശ്വാസമുള്ള സമയത്ത് നമുക്ക് ഇവനെ നേരെ ആക്കാട്ടോ എന്ന് പറയും. ആകെ വീണ്ടും കരടിയായിട്ട് നമ്മുടെ ജഗദീഷ് ശ്രീമാർ അവിടെ നിൽക്കും. അത് നല്ല കോമഡി ഉണ്ടോ, നല്ല രസത്തിൽ തന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഇരിക്കെ നമ്മുടെ നാഗമഠം തമ്പുരാട്ടിയും ഈ ചെറിയ കുട്ടിയും കൂടി അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പൊ പുറത്ത് മാണിക്യമായിട്ട് കൊടുത്ത് അകത്തേക്ക് വിടുന്നു. അപ്പോ നാഗമാണിക്യം കാണിക്കുമ്പോൾ തന്നെ ഗുഹാമുഖം തുറക്കുന്നു. ഈ ചെറിയ കുട്ടി അകത്തേക്ക് പോവാണ്. അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ദേവദത്തനുണ്ടല്ലോ അവിടെ കരടിയായിട്ട്. അപ്പൊ ആ കരടി ഇങ്ങനെ ഈ മോനെ വേണ്ട സഹായങ്ങളൊക്കെ ചെന്ന് ശിവലിംഗത്തിന്റെ അവിടുന്ന് ആ ചെപ്പ് തുറന്ന് ഇവന്റെയിൽ കൊടുക്കുക. ചെപ്പ് തുറന്ന് ഇവന്റെയിൽ കൊടുക്കുന്ന സമയത്ത് പെട്ടെന്ന് നീ പൊക്കോളൂ എന്ന് പറയുന്നു. അങ്ങനെ ഗുഹാമുഖത്തിന്റെ അവിടെ വെച്ചിട്ട് കാല് വഴുതി താഴത്തേക്ക് വീഴുകയാണ് സംഭവിക്കുന്നത്. അപ്പൊ വീണ്ടും ഗുഹാമുഖം പെട്ടെന്ന് അടയുക. അപ്പൊ ഇത് കണ്ട ജയഭാരതി വളരെ പെട്ടെന്ന് വിഷമയായിട്ട് തിരിച്ചു ഓടി പ്രേം നസീറിന്റെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ നാഗം അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പൊ പ്രേം നസീർ പറഞ്ഞു വിഷമിക്കേണ്ട, നീ ഈ മോതിരം കൊണ്ടുപോയത് അവിടെ തുറക്കും എന്ന് പറയണം, അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് നോക്കിയെടുക്കാം എന്ന് പറയണം. അപ്പൊ അങ്ങനെ ജയഭാരതി ഈ മോതിരം കൊണ്ട് ഓടി വരുന്നു. തുറക്കുമ്പോ തന്നെ വീണ്ടും തുറന്ന് അവിടെ അകത്ത് നിന്നൊക്കെ നോക്കുന്നതിനിടയിൽ പെട്ടെന്ന് നാഗരാജ്ഞിയുടെ അടുത്ത് എത്തിപ്പെടുകയാണ്. നാഗരാജ്ഞിയുടെ എത്തിപ്പെടുമ്പോൾ കുറച്ച് സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. നീ പാതിവൃത്യത്തിന്റെ കാര്യങ്ങളും അതേപോലെ അങ്ങനെ കുറെ സംഭാഷണങ്ങളൊക്കെ ഉണ്ട്. ജയഭാരതി ഇൻസൾട്ട് ചെയ്ത് നാശാക്കി അങ്ങോട്ട് ഒന്നുമില്ലാണ്ടവളാക്കി മാറ്റും ഉണ്ണിമേരിയുടെ കഥ. അപ്പൊ വളരെ പുറത്തുനിന്നുണ്ടെന്ന് തള്ളു എന്താ ചെയ്യുമ്പോൾ ഇവള് താഴ്ത്തു വേണം. അപ്പൊ പെട്ടെന്ന് ജയഭാരതിക്ക് ഉഗ്രകോപം വരികയാണ്. കോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമായിട്ടുള്ള ദേഷ്യം വരും. അപ്പൊ അവള് അവിടെ പറയണ പാതിവൃത്യമുള്ള എനിക്കാണോ ഒരു സമയത്തെ ശരീരത്തെയും കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഭോഗിക്കുന്നത് നിനക്കാണോ ശക്തി എന്നുള്ള രീതി, അല്ലെങ്കിൽ ഒരു ശരീര സൗന്ദര്യം കണ്ടിട്ട് നിനക്ക് വന്നിട്ടുള്ള ദേഷ്യത്തിനാണോ ശക്തി എന്നുള്ളത് അറിയാന്നുണ്ട്. ഇന്ന് സൂര്യാസ്തമയത്തിന് മുമ്പ് നീയും ഒരു വിരൂപിയായിട്ട് തീരും. നിനക്ക് എപ്പോഴാണ് ശാപമോക്ഷം വെച്ചാൽ നിന്റെ കണ്ണുനീര് എന്റെ കാൽപാദത്തിൽ 2 തുള്ളി വീഴുന്ന സമയത്ത് മാത്രമായിരിക്കും നിനക്ക് ശാപമോക്ഷം കിട്ടുക എന്നുള്ളതും പറയും. എവിടെയെന്നൊക്കെ എന്റെ മോനെ എവിടെയെന്നൊക്കെ അന്വേഷിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ കരടി വരികയാണ്. കരടി വന്നിട്ട് പറയും മോനൊക്കെ എന്റെ സുരക്ഷയായിട്ടുണ്ട്, വേഗം പോയിട്ട്
രക്ഷപ്പെടുത്തുമെന്നും പറഞ്ഞിട്ട് മറ്റേ ദേവദത്തൻ മറ്റേ ചെപ്പും അവനെയും കൂടിയിട്ട് പറഞ്ഞയക്കുകയാണ് പെട്ടെന്ന് സൂര്യസ്മരം. അങ്ങനെ അവിടെ ചെല്ലുന്നതോടുകൂടി പ്രേം നസീറിന് ആ ചെപ്പ് തുറന്നതോടുകൂടി പ്രേം നസീറിന് സൗന്ദര്യം വീണ്ടും കിട്ടുന്നുണ്ട്. അപ്പോ പെട്ടെന്ന് ശ്രവണിക്ക് ഒരു കുറ്റബോധം തോന്നിയതിനു ശേഷം ദേവദത്തിനെ വീണ്ടും സ്വന്തം രൂപത്തിലാക്കി പറഞ്ഞയക്കുകയാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മുടെ ചക്ഷുകി, അതായത് നാഗരാജ്ഞി അവിടുന്ന് വളരെ വേഗത്തിൽ ഓടി വന്ന് പറയുകയാണ്, എന്നെ സഹായിക്കണം, എന്നോട് ക്ഷമിക്കണം, മാപ്പിരക്കുന്നു, അങ്ങനെ എനിക്ക് അങ്ങനെ ശാപമോക്ഷം തരാൻ അറിയില്ല, എന്നോട് ക്ഷമിച്ചു എന്നൊരു വാക്ക് മതി പറഞ്ഞു. അങ്ങനെ ശരി, ക്ഷമിച്ചു എന്നുള്ളൊരു വാക്ക് നാഗമണ്ഡലം തമ്പുരാട്ടി കൊടുക്കുമ്പോൾ അപ്പൊ തന്നെ പഴയ സൗന്ദര്യം നമ്മുടെ ചക്ഷുകിക്ക് കിട്ടുകയാണ്. ഇപ്പൊ ചക്ഷുകി അനുഗ്രഹിക്കുമ്പോൾ തന്നെ ഇവർക്കൊക്കെ വീണ്ടും രാജപദവിയോട് കൂടിയിട്ടുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഒക്കെ കിട്ടും. അപ്പൊ എന്നിട്ട് അവരോട് പറയാണ്, നിങ്ങൾ പെട്ടെന്ന് തന്നെ രാജ്യത്തേക്ക് മടങ്ങി പോകണം, അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീണ്ടും കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കണം പറഞ്ഞു. അതിനിടയിൽ തന്നെ നമ്മുടെ വീരഭദ്രൻ ചതിപ്രയോഗത്തിൽ കൂടെ നമ്മുടെ മഹാരാജാവിനെ തറങ്കലടച്ചിട്ടുണ്ട്. അങ്ങനെ ഇവർ അവിടെ വെച്ചില്ലെന്നു വീരഭദ്രനെ വധിക്കുന്നു, അലുമുടനൊക്കെ സ്വയം മരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അച്ഛനോട് പറയാണ്, അതായത് തമ്പുരാനോട് അങ്ങ് വീണ്ടും സിംഹാസനത്തിൽ ഇരിക്കണം എന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം സിംഹാസനത്തിൽ ഇരിക്കുന്നു. ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ പേരക്കുട്ടി, അതായത് പ്രേം നസീറിന്റെ മകനെ തൊട്ടടുത്ത് ഇരുത്തുന്നു. അത് അങ്ങനെ സിനിമ അവസാനിക്കണം. എന്നെ സംബന്ധിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ അതിഗംഭീരമായിട്ടുള്ള ഒരു മൂവിയാണ്. നമുക്ക് ശരിക്കും ഒരു ഫാന്റസി ത്രില്ലറൊക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു ഫാന്റസി ത്രില്ലർ മൂവിയാണ് ഈ സിനിമ. നല്ല രസമാണ് കാണാൻ. അത് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറിൽ, പ്രൈമിലും യൂട്യൂബിലും ഒക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ കാണാം. നല്ല ക്ലാരിറ്റി ഉള്ള പ്രിന്റ് തന്നെയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ എന്റെ അഭിപ്രായം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ സിനിമ കണ്ടിരിക്കേണ്ടതായിട്ടുള്ള ഒരു സിനിമയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമന്റും ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെടാൻ ഒന്ന് സബ്സ്ക്രൈബറും കൂടി ഒന്ന് ചെയ്തേക്കണേ. പടം കണ്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം, ഇല്ലെങ്കിൽ കണ്ടിട്ടൊന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.